അനുഗ്രഹപൂർണമായ ദിവസത്തിന്റെ സമയത്ത് നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയുമായിട്ട് ഈ ആലയത്തിലായിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എത്രയോ പേർ തകർത്താൽ മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. എത്രയോ പേർ രോഗത്താലും ഭാരത്താലും കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആശുപത്രിയിലും ഭവനത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കാൻ കർത്താവ് കരുണ കാണിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. കടന്നുവന്ന എല്ലാ പ്രിയങ്ങളെയും സ്വർഗനാഥന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔഷധമാണ്. അവന്റെ സകല ആവശ്യങ്ങളും ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അനുഗ്രഹം ലഭിക്കും എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതിനാൽ ഇവിടെ ഇങ്ങനെ വായിക്കാൻ കൊണ്ട് സാധിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നുന്നു. നമുക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക എന്നൊക്കെ വേണം അവസരം ലഭിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കൊരു ഔഷധം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔഷധം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുവാൻ തോന്നാൻ സാധിക്കും. കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലോ മറ്റൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യും? ഗുളികയോ മറ്റു മരുന്നോ വാങ്ങി എന്ത് ചെയ്യും? കഴിക്കണം. അതുപോലെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔഷധമായി കണക്കാക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രയാസത്തിൽ നിന്നും വിടുവിക്കുവാനൊക്കെ വേണം ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മടുപ്പ് തോന്നും, പ്രാർത്ഥനയിൽ എന്ത് തോന്നും? മടുപ്പ് തോന്നാം. എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, മടുത്തു പോകാതെ നമ്മള് പ്രാർത്ഥിക്കണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ തക്കവണ്ണം കഴിയുന്ന ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതായ കാര്യം എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നതായ കാര്യം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതായ കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, അത് ഞാൻ തീർക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിനാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മടിയും കൂടെ നിശ്ചയമായിട്ട് നിങ്ങൾക്കൊരു വിഷയം, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടതായ ഒരു വിഷയം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന് ദൈവത്തോട് ചെയ്യണം, പറയണം. അത് ദൈവം ചെയ്യും, തീർക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. ഇവിടെ സങ്കീർത്തനങ്ങള് 55-ന്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. എപ്പോഴൊക്കെയാണ്? ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനായിരിക്കാതെ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയണം. ദൈവം അത് നിർവഹിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന് പറയുകയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്ത് ചെയ്യും? സങ്കടം ബോധിപ്പിച്ച് കരയും. അവന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചെയ്യണം, പറയണം, ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവം നിർവഹിക്കുമെന്ന് പറയുക. വീണ്ടും സങ്കീർത്തനം പറയുന്നത് 55-ന്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊടുക്ക. നിന്റെ ഭാരം യഹോവയുടെ മേല് വെച്ചുകൊടുക്ക, അവൻ നിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നിന്റെ പ്രയാസം,
നീ ആരോട് പറയണം? ദൈവത്തോട് പറയണം. ദൈവത്തോട് നീ പറയുമ്പോൾ ആ ആവശ്യത്തെ ദൈവം മാനിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം കള്ളമല്ല, ദൈവത്തിന്റെ വചനം സത്യമാണ്. ആയതിനാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വീണം സത്യമാണ്. നീ ഭാരം അനുഭവിച്ച് നടക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ പ്രയാസപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിന്റെ ഭാരങ്ങളെ നീ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ സ്വസ്ഥമായിട്ടിരിക്കുക, നീ സമാധാനത്തോടുകൂടി ഇരിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നാം സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. നാം സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ നീ ദുഃഖിച്ചിരിക്കേണ്ടവനല്ല, നിന്റെ ഭാരങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിനക്ക് സാധ്യത തോന്നുന്നതായ കാര്യങ്ങളെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവം ചെയ്യും, അനുഗ്രഹം തരിക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഇവിടെ 119 സങ്കീർത്തനം അതിന്റെ 164 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ആരായാലും വന്നിരിക്കുന്നത് പറയാം അല്ലേ? എന്ന് പറഞ്ഞാല് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസം എനിക്ക് എത്രമാത്രം സമയം ലഭിക്കുന്നുവോ ആ സമയങ്ങൾ മുഴുവനും ഞാൻ ദൈവത്തെ കീർത്തിക്കും. അല്ലെ? നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ എന്തെയും സ്തുതിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുക. 7 പ്രാവശ്യം. ദാവീദാരാണ്? രാജാവാണ്. അല്ലെ? രാജാവാണ്. സമയമില്ല, അല്ലെ? സമയം ലഭിച്ചെന്നിരിക്കില്ല. എങ്കിലും ദൈവത്തോട് തന്റെ ആവശ്യങ്ങളെ പറയുമെന്നൊക്കെവണ്ണം ദാവീദ് സമയം കണ്ടെത്തിയിരുന്നു. രാജാവിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? രാജ്യത്തിന്റെ കാര്യം നോക്കണം, പ്രജകളുടെ കാര്യങ്ങൾ നോക്കണം, അല്ലെ? എല്ലാ കാര്യങ്ങളിലും രാജാവിന് ഇടപെടണം. സമയം കിട്ടത്തില്ലെങ്കിലും തന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പറയുമെന്നൊക്കെവണ്ണം സമയം കണ്ടെത്തിയത്, അല്ലെ? നമുക്ക് ഒന്നുമില്ല, ഒരു ജോലി തിരക്കുമില്ല, എങ്കിലും നമ്മൾ ചെയ്യുന്നില്ല. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നതില് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈമനസ്യം കാണിക്കുന്നു, സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിന്റെ ഭാരം, നിന്റെ ആവശ്യങ്ങളെ നീ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് നിറവേറ്റാമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കും. 7 പ്രാവശ്യം നമ്മള് 7 പ്രാവശ്യം പോയിട്ട് ഒരു ദിവസം ഒരു നേരം പോലും നീന്നില്ല, ദൈവത്തോട് നീന്നില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കില്ല. എന്നാൽ ദാവീദ് രാജാവായിട്ട് കൂടി ദൈവസന്നിധിയിൽ എത്തിയിരുന്നു, തന്റെ ആവശ്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആര് നിറവേറ്റിത്തരുത്, ആരോട് പറയണം എന്നറിയാതെ നിങ്ങൾ വ്യാകുലപ്പെടുന്നതായ അനേകം ആളുകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നിന്റെ ആവലാതികൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ കഷ്ടങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ഇരിക്കുന്നു എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്റെ സന്നിധിക്ക് അവൻ എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കി കാത്തിരിക്കുക. ഇവിടെ ദാനിയേല് 6-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. എന്താ? ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ദാനിയേലിനുണ്ടായിരുന്നു, അല്ലെ? ദാനിയേലിന് ഒരു ദിവസത്തെയും 3 പ്രാവശ്യം ദാനിയേലിനുമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തില് ഒരു രഹസ്യമായ പ്രാർത്ഥന, അല്ലെ? ഒരു രഹസ്യമായ നമ്മുടേതായ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുവാൻ ചെയ്യണം, നമ്മളെ മനസ്സ് കാണിക്കണം. നിങ്ങളുടെ ഏത് ആവശ്യവും കേൾക്കാൻ തക്ക ദൈവത്തിന് മനസ്സുണ്ട്, അല്ലെ? അതുകൊണ്ട് ദൈവ സന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏത് വിഷയം വേണമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ ചർച്ചക്കാരോടും നമ്മുടെ സ്നേഹിതന്മാരോടൊക്കെ നമ്മളേതായ ഒരു വിഷയം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ദൈവത്തോട് നമ്മൾ ഒരാവശ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഏത് രഹസ്യങ്ങളും ചെയ്യാൻ ദൈവത്തോട് പറയാം. ആരോടും പറയുന്നില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ വിഷയത്തെ ദൈവം മാനിക്കുകയും അതിന് അനുഗ്രഹം തരികയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, അല്ലെ? ഇവിടെ 119-ാം സങ്കീർത്തനം
147, 148 വാക്യം വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചേ. 119-ന്റെ 147, 148 വാക്യം പറയുമ്പോൾ ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് ഉദയത്തിന് മുമ്പേ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടോ നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് എപ്പോഴും യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ചില ആളുകള് ആ പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ച് ആ സമയങ്ങളിലൊക്കെ തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ദാനിയേൽ ചെയ്യുന്നു. അതുപോലെ ചില സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പിൽ അപ്പൊ ചെയ്യുന്നു. ദാവീദ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തീരുമാനിച്ചു. ചില പ്രത്യേക സമയങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കൊണ്ടേയിരിക്കും. കാര്യം, ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയമായോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയമായോ എന്നിങ്ങനെ യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടോ? എല്ലാ ദിവസവും ഇന്ന സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ സമയം വന്നോ എന്നതായ ഒരു ചിന്ത നമുക്കുണ്ടോ? അല്ലേ? എന്നാൽ ദൈവസന്നിധിയില് എപ്പോഴും പ്രാർത്ഥിക്കുന്നതായ വ്യക്തികൾക്ക് എന്തുണ്ട്? അനുഗ്രഹമുണ്ടു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ നീന്നു പഠിപ്പിക്കുകയാണ്. അല്ലെ? ഇവിടെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് അറിയോ? ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇടവിടാതെ പ്രാർത്ഥിക്കും. അങ്ങനെ അർത്ഥം പറ്റുമോ? പറ്റുന്നവരുണ്ടായി അല്ലേ? ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ ക്രിസ്തു യേശുവിന് ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് എന്താണ്? ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതായിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഒരു ദിവസം ഒരു നേരം പോലും തെറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നില്ല? ശ്രമിക്കുന്നില്ല. ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവ ഇഷ്ടം എന്ന് നമ്മെ പഠിപ്പിക്കുക. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമക്കളുടെ ഒരു ഔഷധമായിരിക്കണം. എന്തിനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനോഭാവം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കണം. എല്ലാ വിഷയത്തിലും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് നമ്മള് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മടുപ്പ് തോന്നരുത്. ദൈവമക്കൾക്ക് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മടുപ്പ് തോന്നരുത്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി മാറണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതായി മാറണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതായി മാറണം. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം. ഹിസ്കിയാവിന് എന്ത് ചെയ്തു? മരിക്കത്തക്കതായ ഒരു രോഗം പിടിച്ചു. അല്ലെ? നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം ആരുടെ സ്ഥലത്തിലുണ്ട്? ദൈവത്തിന്റെ സ്ഥലത്തിലുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ ഹിസ്കിയാവാരാ? രാജാവ്. അല്ലേ? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്കതായ ഒരു രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. നിന്റെ ഗ്രഹകാര്യങ്ങൾ നീ ക്രമത്തിലാക്കണം. നീയും മരിച്ചു പോകും. ശേഷിക്കയില്ല എന്ന് യഹോവ നിന്നു അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? രോഗം പിടിച്ചു. നമ്മൾ എന്ത് ചെയ്യും? ഓടി എന്തെയും ഏതെങ്കിലും വൈദ്യന്മാരുടെയോ ഹോസ്പിറ്റലിലോ ഓടിച്ചില്ല. അതിന് പകരം ഇവിടെ ഹിസ്കിയാ രാജാവ് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്ലെ? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താ പറയുന്നത്? യഹോവയോട് പ്രാർത്ഥിച്ചു. രോഗം വന്നാൽ എന്തെങ്കിലും ഔഷധം വാങ്ങി കഴിക്കണം. അല്ലെ? ഇവിടെ ഇത് ഒരു ഔഷധമായിട്ട് കാണുകയാണ് ആര്? ഹിസ്കിയാ രാജാവ്. എന്തിനെ? പ്രാർത്ഥനയെ. അല്ലെ? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടപ്പെട്ട
കഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ ആര് ചെയ്തിരുന്നു? ഹിസ്കിയാ രാജാവ് ചെയ്തിരുന്നു. അപ്പോ ഹിസ്കിയാവിന് ഒരു കഷ്ടം വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു? ദൈവത്തോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ദൈവത്തിന് പ്രസാദകരമായ എന്തോ കാര്യം എന്ത് ചെയ്തു? ഹിസ്കിയാവ് ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്നു. നമ്മളെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ദൈവത്തിന് വേണ്ടി? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നതല്ലാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്തിട്ടുണ്ടോ? ഇല്ല, അല്ലേ? പക്ഷേ ഹിസ്കിയാവ് ചെയ്തതായ നന്മകൾക്ക് ദൈവം ഇവിടെ കണക്കിട്ട് വെച്ചിരുന്നു, ഓർത്തു വെച്ചിരുന്നു. അതുകൊണ്ട് ഹിസ്കിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിനെ അറിയാമായിരുന്നു, എന്റെ ഈ പ്രയാസത്തെ നീക്കുവാൻ എന്റെ സർവേശ്വരനായ കർത്താവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അത് ദൈവത്തോട് പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ളതായ തീരുമാനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദൈവത്തിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്തത് ഓർക്കണമേ എന്ന് പറഞ്ഞാണ് ഹിസ്കിയാവ് ദൈവത്തോട് കരഞ്ഞത്. അപ്പൊ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ആര് നയിച്ചിരുന്നു? ഹിസ്കിയാവ് നയിച്ചിരുന്നു, അല്ലേ? ഹിസ്കിയാവ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് കഷ്ടം വരുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി ചെയ്തതായ നല്ല കാര്യങ്ങൾ ഓർക്കണമേ എന്ന് പറയാൻ നമുക്ക് കാണുമോ? നമുക്ക് കാണുന്നില്ല, അല്ലേ? ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ മനസ്സ് മാറുകയാണ്, അല്ലേ? ദൈവം മരിക്കുമെന്ന് പറഞ്ഞതായ ആ കാര്യത്തെ ദൈവം ചെയ്തു തിരുത്തുകയാണ്, മാറ്റുകയാണ്, അല്ലേ? നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്നോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. കാര്യം എന്താ? ഹിസ്കിയാവിന് ഒരു പ്രയാസം വന്നപ്പോൾ ആരോട് പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്നിട്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടും. 15 സംവത്സരം കൂടും, അല്ലെ? കാര്യം എന്താ? ഹിസ്കിയാവ് ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്തിരുന്നു. അവന്റെ ജീവിതത്തില് ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ആര് ചെയ്തിരുന്നു? ഹിസ്കിയാവ് ചെയ്തിരുന്നു. അത് ദൈവം ഓർക്കുക. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്നതായ നല്ല കാര്യങ്ങൾ ദൈവം ഓർത്തു വയ്ക്കും, അല്ലെ? നാം ദൈവപ്പെടുകയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ ദൈവം അത് ഓർത്തു വയ്ക്കും. തക്ക സമയം ദൈവം നമുക്ക് ചെയ്യും, അതിന്റെ അനുഗ്രഹവും തരുമെന്ന കാര്യത്തില് യാതൊരു സംശയവും വേണ്ട. നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഹിസ്കിയാവിന് രോഗം വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? 15 സംവത്സരം കൂടി വീണ്ടും ജീവിക്കുന്നതായ അനുഗ്രഹം ദൈവം ആർക്ക് കൊടുത്തു? ഹിസ്കിയാവിന് കൊടുത്തു. എന്നാൽ ആസ എന്ന് പറയുന്നതായ ഒരു രാജാവുണ്ടായിരുന്നു. ആസയ്ക്ക് രോഗം പിടിച്ചു. ആർക്ക്? ആസയ്ക്ക് രോഗം പിടിച്ചു. ആസയ്ക്ക് തന്നെ വാഴ്ചയുടെ 39-ാം ആണ്ടില് കാലിന് ദിനം പിടിച്ചു. കാലില് ദിനം പിടിച്ചു, അല്ലേ? ദിനം അതികഠിനമായിരുന്നു. ദിനം അതികഠിനമായിരുന്നു. സഹിക്കാൻ കഴിയാത്തതിനുള്ള വേദനയും പ്രയാസം ചെയ്തു ആസ അനുഭവിച്ചു, അല്ലേ? ദിനം അതികഠിനമായി. എന്നാൽ അവനറിയാമോ? അവൻ തന്റെ ദീനത്തില് യഹോവയെ അല്ല വൈദ്യന്മാരെ ആശ്രയിച്ചു പോയി. ദീനത്തിൽ ചെയ്തു വൈദ്യന്മാരിൽ ആശ്രയം വെച്ചു, വൈദ്യന്മാരെ അന്വേഷിച്ചു പോയി. ആസയ്ക്ക് രോഗം പിടിച്ചപ്പോൾ, ദീനം പിടിച്ചപ്പോൾ, കാലിൽ അതികഠിനമായ വേദനയും പ്രയാസവും അനുഭവപ്പെട്ടപ്പോൾ ദൈവത്തോട് പറയുന്നതിന് പകരം ചെയ്തു വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോയി.
വൈദ്യനെ അത്രേ അന്വേഷിച്ചത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ ആസ എന്ത് ചെയ്തു? മരിച്ചു. ആസ മരിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിന് പകരം മനുഷ്യരിൽ ആശ്രയം വെച്ചു. വൈദ്യനെ അന്വേഷിച്ചു പോയി. ആസ എന്ത് ചെയ്തു? മരിച്ചു. ആയതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ ആവലാതികളെ ദൈവത്തോട് പറയുന്നുവെങ്കിൽ അത് കേൾക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. പലവിധമായ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ആരോട് പറയണം? എങ്ങോട്ട് പോയാൽ എനിക്കിതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായ വ്യാകുലതയോടെ നടക്കുകയാണ് പലരും. എന്നാൽ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയാം. നിന്റെ പ്രയാസങ്ങളെ നീക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ നിന്റെ പാപങ്ങളെ നീക്കുവാൻ, നിന്റെ രോഗങ്ങളെ നീക്കുവാൻ, നിന്റെ ആവലാതികളെ നീക്കുവാൻ കർത്താവായ യേശുവിന് മനസ്സുണ്ട്. നീ നിന്നെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട്. അങ്ങനെയാകുന്നെങ്കിൽ ഹിസ്കിയാവിൽ ലഭിച്ചതായ അനുഗ്രഹം നിനക്കും ലഭിക്കും. കർത്താവിന് മനസ്സുണ്ട്. നിനക്ക് സൗഖ്യം നൽകണം. കർത്താവിന് മനസ്സുണ്ട്. നീ നിന്നെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ നിനക്ക് ആശ്വാസവും സൗഖ്യവും തരും. പരിപൂർണമായ വിശ്വാസത്തോടുകൂടി നീ കർത്താവിനെ തിരയുന്നുവെങ്കിൽ നീ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടവരും. അതിനാൽ ഇന്നും പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ ഈ ലോകത്തില് നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു. നിന്നെ തന്നെ നീ കർത്താവിൽ സമർപ്പിക്കുന്നെങ്കിൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സഹായിക്കാൻ തക്കവണ്ണം, നിന്നോട് കൂടെ വരുവാൻ തക്കവണ്ണം കർത്താവ് ശ്രമിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നീ എന്ത് ചെയ്യുന്നില്ല? അതിന് ചെവി കൊടുക്കുന്നില്ല, അതിന് മനസ്സ് വയ്ക്കുന്നില്ല. അതിനാൽ എന്ത് ചെയ്യണം? നിന്റെ പ്രയാസങ്ങൾ, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. മടുത്തു പോകാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിന് എത്ര 15 സംവത്സരം കൂടി ജീവിച്ചിരിക്കുന്നതായ അനുഗ്രഹം. ആസയ്ക്ക് രോഗം പിടിച്ചു. ആസ എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം മനുഷ്യനിൽ ആശ്രയിച്ചു. വൈദ്യനെ അന്വേഷിച്ചു പോയി. ആസ മരിച്ചു പോകുവാൻ ഇടയായി. നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നുവെങ്കിൽ കർത്താവിനെ സംരക്ഷിക്കും. കർത്താവിന്റെ കൃപയും സാമീപ്യവും നിന്റെ മേൽ പകരും. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ എല്ലാ പ്രയാസവും നിന്നെ വിടുവിക്കാൻ തക്കവണ്ണം കർത്താവ് മനസ്സോടെ കാത്തിരിക്കുകയാണ്. കടന്നുവാ, നിന്റെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. സകല നന്മകളും അനുഗ്രഹങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രബോധനത്തിന് ലഭിക്കുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ.